എന്റെ കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തുമൊക്കെ ഞങ്ങൾ ഈ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പത്രത്തിലൊക്കെ ഇതും സംബന്ധമായ വാർത്തകൾ വരും. പഴയ തലമുറയിൽപ്പെട്ട മാൻസിംഗ് മുതലായ കൊള്ളക്കാരുണ്ടായിരുന്നു. പിന്നീട് മൽഖൻ സിംഗിനെ പോലുള്ള പ്രതിഭകൾ വരുന്നു. അത് കഴിഞ്ഞ് ഫുലാൻ ദേവി എന്ന് പറഞ്ഞ അതിപ്രഗത്ഭയായ ഒരു പെൺപുലി ഈ ചമ്പലിനെ പിടിച്ചു കുലുക്കി. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഒട്ടേറെ വിപ്ലവകാരികളുണ്ടായ ഒരു മണ്ണാണ് ചമ്പൽ. ചമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ടല്ല, മധ്യപ്രദേശിലുമുണ്ട്, രാജസ്ഥാനിലുമുണ്ട്, യുപിയുടെ ചില ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ മധ്യപ്രദേശിൽ പോലീസ് നടപടി ശക്തമായി കഴിഞ്ഞാൽ ഇവർ യുപിയിലേക്ക് കടക്കും. യുപിയിൽ പ്രശ്നമായി കഴിഞ്ഞാൽ രാജസ്ഥാനിലേക്ക് പോകും. അങ്ങനെ മാറി മാറിയാണ് ഈ കൊള്ളക്കാർ ക്യാമ്പ് ചെയ്യുന്നത്. അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്ന ബാഗികൾ അഥവാ വിപ്ലവകാരികൾ എന്നാണ്. കാര്യം അത് നമ്മുടെ വീക്ഷണത്തിൽ അവർ കൊള്ളക്കാരാണ്, പിടിച്ചുപറിക്കാരാണ്, തട്ടിപ്പുകാരാണെങ്കിലും അവർ സ്വയം വിചാരിച്ചിരുന്നത്, അവർ സ്വയം വിളിച്ചിരുന്നത് വിമൽ കുമാർ എന്നാണ് എന്ന് പറഞ്ഞ പോലെ സ്വയം വിചാരിച്ചിരുന്നത് അവർ ബാഗികൾ അഥവാ റിബൽസ്, അതുമല്ലെങ്കിൽ വിപ്ലവകാരികളാണ് എന്നാണ്. ഇത് ഒരു തരം വിപ്ലവമാണല്ലോ. ആളുകളുടെ വീട് ആക്രമിക്കുക, സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ മോഷ്ടിക്കുക, ആ മോഷ്ടിച്ച മുതലിൽ നിന്ന് കുറെയൊക്കെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യുക, പാവങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ആളുകൾക്ക് ഇവരെ കുറിച്ച് വലിയ ആരാധനയുണ്ടാവും. മാത്രമല്ല പോലീസോ പട്ടാളമോ ഒക്കെ വരികയാണെങ്കിൽ ഇവരെ വിവരം അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സാധാരണക്കാരുടെ ഈ വിപ്ലവകാരികൾ പിടിച്ചു നിർത്തുന്നത്. ഇപ്പൊ ഇത് ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ പല വിപ്ലവകാരികളുമുണ്ട്. കുറച്ചുപേര് CPM-ലുമുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. പ്രധാനമായിട്ട് CPM-ലുണ്ട്. കാരണം 10 കൊല്ലമായിട്ട് പാർട്ടി ഭരണത്തിലാണ്. അപ്പോൾ പല സൗകര്യങ്ങളുണ്ട്, പോലീസിന് പേടിക്കണ്ട. കരുവന്നൂരും മറ്റുമൊക്കെ ഒരുപാട് ബാഗികൾ ഉണ്ട്. അവരൊരു സഹകരണ ബാങ്ക് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ചെയ്തത്. അതിന്റെ പേര് പാർട്ടിക്ക് അല്ലാതെ ചില്ലറ ചീത്തപ്പേരൊക്കെ ഉണ്ടായി. കുറച്ച് പേര് കുറച്ചു ദിവസം ജയിലിലൊക്കെ കിടന്നു. അങ്ങനെയുള്ള വിപ്ലവം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങ് വടക്കൻ കേരളത്തിൽ വിപ്ലവകാരികളുടെ തറവാട് എന്ന് പറയാവുന്ന പയ്യന്നൂരിൽ സഖാവ് TI മധുസൂദനൻ എന്ന് പറയുന്ന MLA ഉണ്ട്. അദ്ദേഹം നടത്തിയ ചില വിപ്ലവങ്ങളെ കുറിച്ച് ഇടക്കാലത്ത് പത്രങ്ങൾ വന്നു. ഈ വിപ്ലവകാരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പാർട്ടിയുടെ രക്തസാക്ഷിയുണ്ട്, ധൻരാജ് എന്ന് പറയും. ധൻരാജിന്റെ കുടുംബസഹായ ഫണ്ട് പിരിച്ചു. ആ പിരിച്ച സംഖ്യയിൽ നല്ലൊരു ഭാഗം പുള്ളി അമക്കി എന്നായിക്കളഞ്ഞു. അതുപോലെ തന്നെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് പിരിച്ച സംഖ്യയിലും പുള്ളി വെട്ടിപ്പെടുത്തി. അവിടെ എന്തൊക്കെ തരം പിരിപാടുത്തിരുന്നോ അതിനെല്ലാം പുള്ളി ഗണ്യമായൊരു ഭാഗം കൈക്കലാക്കി. അതിനുശേഷവും പുള്ളി വിപ്ലവകാരിയായിട്ട് നടക്കുക. അപ്പോൾ പാർട്ടിയുടെ അന്നത്തെ ഏരിയ സെക്രട്ടറി സഖാവ് കുഞ്ചികൃഷ്ണനാണ്. അദ്ദേഹം ഈ തട്ടിപ്പിന് കൂട്ടുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. പിന്നെ പുള്ളി പാർട്ടിയിൽ നിന്ന് തന്നെ പിണങ്ങിപ്പോയി. അവസാനം പാർട്ടിക്കാരെ ഇടപെട്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അക്കോമഡേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് സലാമത്താക്കി. ഈ കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനോവി ജോണിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അങ്ങനെ അത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പാർട്ടിക്ക് വേണ്ടി വെട്ടേറ്റ് ഭരിച്ച ഒരു ധീര സഖാവ്, RSSകാരുടെ കൊലക്കത്തിക്കിരയായ സഖാവ് ധൻരാജ്. ഈ ധൻരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ അയാൾക്ക് ഭാര്യയും പറക്കമുറ്റാത്ത കുട്ടികളുമുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടി പിരിച്ച സംഖ്യ അത് ഇയാൾ അമക്കണമെങ്കിൽ അവൻ എത്ര ഭീകരനായിരിക്കണം എന്നാലോചിച്ചു. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർക്ക് പിന്നെ ഒരു ന്യായവാദമുണ്ട്. അവര് മോഷ്ടിക്കുന്ന പൈസയുടെ, പിടിച്ചു പറിക്കുന്ന കാശിന്റെ ഒരു ഭാഗമെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കരുത്. ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പിരിച്ച പൈസ. അതിൽ നിന്ന് ഒരു ധീര സഖാവ് കേരള നിയമസഭയിൽ ഒരു അംഗം അമുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ധാർമ്മികത എന്താണ്? രാഷ്ട്രീയ സദാചാരം എന്താണ്? ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഈ ധാർമ്മികതയുടെ അളവുകോൽ എന്താണ്? പോട്ടെ, ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പാർട്ടി ഇയാളുടെ പേരിൽ എന്ത് നടപടി എടുത്തു? ഒരു നടപടി എടുത്തില്ല. അയാളെ മേൽക്കമ്മിറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് മധുസൂദനെ പാർട്ടിയിൽ നിന്ന് ഒരു 10 ദിവസത്തേക്ക് മാറ്റി നിർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കോൺഗ്രസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പിന്നീട് പുറത്താക്കി. അത്രയൊക്കെ കാണിക്കാനുള്ള ധാർമ്മികത കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിനേക്കാൾ എത്ര ഉയർന്ന ധാർമ്മികതയാണ് നമ്മൾ CPM-ൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സംഭവിച്ചെന്താണ്? ഈ കള്ളനെ, ഈ കൊള്ളക്കാരനെ പയ്യന്നൂരിൽ ചമ്പൽക്കാട് ആവർത്തിച്ച ഇപ്പോഴത്തെ അഭിനവ മാൻസിംഗിന് അല്ലെങ്കിൽ മൽഖാൻ സിംഗിന് പാർട്ടി സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് വെള്ളവും വളവും കൊടുത്ത് കൂടുതൽ മോഷ്ടിക്കാനുള്ള
സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഇനി മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ചിലപ്പോൾ ഈ സഖാവ് മന്ത്രിയുമാവും. നമ്മുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ലോക്കലായിട്ട് ഓരോ മൽക്കാൻ സിംഗുമാരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നെനിക്കറിയാം. സംസ്ഥാന നിയമസഭയിലെ ചില മന്ത്രിമാരുടെ മുഖവും ആ കൂട്ടത്തിൽ നിങ്ങൾ ഓർമ്മിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പേര് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോരുത്തരും ഈ വിഹിതമായിട്ടും അവിഹിതമായിട്ടും പണം ഉണ്ടാക്കിയത്. ഏതൊക്കെ ഫണ്ടാണ് ഇവർ മോഷ്ടിച്ചത്. ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ മറവിൽ ഓരോരുത്തരും എത്ര കള്ളപ്പണമാണ് വെളുപ്പിക്കുന്നത്. ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേയിലൊക്കെ ഇടതുപക്ഷം പിന്തള്ളപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ഹാർഡ് കോർ പ്രവർത്തകർ വരെ വോട്ട് മാറ്റി ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു കാഴ്ച കണ്ണൂരും വടകരയിലും അതുപോലെ കോഴിക്കോട്ടുമൊക്കെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു, അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നുള്ളതല്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തോൽക്കുകയും അവരുടെ കിട്ടിയ വോട്ടിൽ വലിയ കുറവ് സംഭവിച്ചു. കാരണം ഈ വോട്ട് CPM നിന്ന് കോൺഗ്രസിലേക്കല്ല BJPയിലേക്കാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ BJPയോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ പ്രത്യയശാസ്ത്രത്തോടുള്ള താല്പര്യം കൊണ്ടല്ല. ഇതുപോലെയുള്ള മാൻസിംഗുമാരും മൽക്കാൻ സിംഗുമാരും മധുസൂദനന്മാരുമാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ള കാര്യം സാധാരണ സഖാക്കൾക്കറിയാം. ചുമട്ടുതൊഴിലാളികൾക്കറിയാം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഖാക്കൾക്കറിയാം, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന സഖാക്കൾക്കറിയാം, പാവങ്ങൾക്കറിയാം, ബീഡി തെറുപ്പുകാർക്കറിയാം. അതുകൊണ്ടാണ് മലബാറിലടക്കം വോട്ട് ഗണ്യമായിട്ട് ചോർന്നു പോയത്. അത് കഴിഞ്ഞിട്ട് പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, അച്ചടക്ക നടപടി എടുക്കും, കുറ്റക്കാരായ ആരും പാർട്ടിയിൽ ഉണ്ടായിരിക്കുകയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യമില്ല. ഇരുമ്പോലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിക്കുന്ന പോലെയുള്ളൂ ഇത്തരം നടപടികൾ. അപ്പൊ ഇത് നിങ്ങൾ സഖാവ് ഗോവിന്ദനോട് ചോദിച്ചാൽ പുള്ളിയെ താത്വികമായിട്ട് ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും ആളുകൾക്ക് ബോധ്യമാകുകയില്ല. ജനങ്ങൾ സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരവാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് കള്ളന്റെ പേരിൽ എന്ത് നടപടി എടുത്തു? കട്ടത് അയാളുടെ ആക്രാന്തം കൊണ്ട് കട്ടു. നടപടി എടുക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് നട്ടലില്ലാത്തതുകൊണ്ടും മധുസൂദനെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ പാർട്ടിയിൽ അധികമുള്ളതുകൊണ്ടും ഇവരെല്ലാരും പുറത്താക്കിയ പാർട്ടി തന്നെ പിരിച്ചുകൊണ്ട് വരും എന്നുള്ളതുകൊണ്ടുമാണ്. അത് ഗോവിന്ദൻ മാഷ് പറയാൻ പറ്റില്ല, അത് പിണറായി വിജയനും പറയാൻ പറ്റുകയില്ല. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം നേരിടുന്ന ഒരു വലിയ വിപത്ത് അല്ലെങ്കിൽ വലിയ വെല്ലുവിളി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടതുകൊണ്ട് സഖാക്കള് എന്റെ നേരെ കെറിവിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലാൽ സഖ.